കുറെ നാളായില്ലേ, ഒന്ന് വിളിച്ചേക്കാന്ന് കരുതി വിളിക്കുമ്പോൾ ചോദിക്കും ചത്തോന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണോ? എന്നാ പിന്നെ മിണ്ടായിരുന്നേക്കാൻ വിളിക്കേണ്ടെന്ന് കരുതി ചോദിക്കും നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടെ? എന്നാൽ പിന്നെ എല്ലാ ദിവസവും ഒന്ന് വിളിച്ചേക്കാന്ന് കരുതി വിളിക്കുമ്പോൾ ചോദിക്കും നിനക്ക് അവിടെ ഒരു പരിപാടിയില്ല, എന്തിന് 24 മണിക്കൂർ എന്നെ ഇനി വിളിച്ചുകൊണ്ടിരിക്കുന്നു? എന്നിങ്ങനെ എന്ത് ചെയ്താലും കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന ചില മനുഷ്യരുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഭക്ഷണം കഴിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായ യോഹന്നാനെ കാണുമ്പോൾ ഫരിസേയരും നിയമജ്ഞനും പറയണം ഇവരെന്തോ കുഴപ്പമുണ്ട്, ഇവൻ പിശാച് ബാധിതനാണ്. എന്നാൽ ഭക്ഷണം കഴിക്കുന്ന ഈശോയെ കാണുമ്പോൾ അവർ പറയാണ് മദ്യപാനിയാണ് ഇവൻ ഭോജനപ്രിയനാണെന്നൊക്കെ. എല്ലാത്തിനെയും ഇങ്ങനെ അനാവശ്യമായിട്ട് വിമർശിക്കുക മാത്രമല്ല, ചില മനുഷ്യരുണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ലല്ലോ, ഞാൻ വെറുതെ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. മറ്റൊരാളെ ബഹുമാനിക്കുന്നതിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണമെന്ന പൗലോസ്ലീഹയുടെ വാക്കുകൾ നമ്മൾ ഓർക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളെ പറ്റി നമ്മളിങ്ങനെ അനാവശ്യമായിട്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ആളെ പറ്റിയുള്ള നമ്മുടെ മതിപ്പ് അവിടെ ഇല്ലാതെ ആവുകയാണ്. അതുകൊണ്ട് ഈ കുറ്റം പറയുന്നതും കുറ്റം കേൾക്കുന്നതും ഒക്കെ പ്രശ്നമാണ്. ഇത് രണ്ടും നമുക്കങ്ങ് ഒഴിവാക്കാം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? എല്ലാ മനുഷ്യരും ബലഹീനരാണ്. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു നന്മയുണ്ടാവും, എല്ലാ മനുഷ്യരിലും ഉണ്ട്. അതുകൊണ്ട് ഇനി കുറ്റം പറയാനായിട്ട് തോന്നുമ്പോൾ, കുറ്റം കേൾക്കാനായിട്ട് ഓടിച്ചെല്ലാം തോന്നുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് അവരുടെ നന്മ പറയാനായിട്ട്, അവരെപ്പറ്റി നല്ലത് മാത്രം പറയുമെന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുത്തുകൂടെ?